നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുന്ന ഒരു വിഷ്വലാണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സക്കർബർഗ് ആളുടെ കുട്ടിക്ക് ടച്ച് ആൻഡ് ഫീൽ ബുക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ. നമ്മൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ചിലർ വാങ്ങാറേ ഇല്ല. അതിന് പകരം നമ്മൾ ചിലപ്പോൾ കളിക്കാൻ വേണ്ടി ഫോണാണ് കൊടുക്കാറ്. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഏതൊക്കെ ടോയ് ആണ് നമ്മുടെ കുട്ടിക്ക് ആവശ്യമുള്ളത്? നമ്മുടെ കുട്ടികൾക്ക് മൈൻഡ്ഫുൾ ആയിട്ട് ടോയ്സ് വാങ്ങാൻ വേണ്ടിയുള്ള 5 ടിപ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏജ് അപ്രോപ്രിയേറ്റ് ആവുക എന്നുള്ളതാണ്. ഓരോ ടോയുടെയും ലേബലിൽ നമുക്ക് ഏത് ഏജിനുള്ള കുട്ടികളുള്ള ടോയ് ആണെന്നുള്ളത് രേഖപ്പെടുത്തി. ഇത് 2 കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഒന്ന് കുട്ടിയുടെ ബുദ്ധിവികാസത്തിനനുസരിച്ചും അതേപോലെ തന്നെ കുട്ടിയുടെ ശാരീരിക വളർച്ചയ്ക്കും അനുസരിച്ചാണ്. അപ്പം തീരെ ചെറിയ കുട്ടികൾക്ക് അവർക്ക് കിടന്ന് കളിക്കാനുള്ള ടോയ്സ്, അവരെ വിഷ്വൽ സ്റ്റിമുലേഷന് വേണ്ടിയുള്ള പാറ്റേൺസ് അങ്ങനത്തെ കാണാം. കുറച്ചുകൂടി വലിയ കുട്ടികൾക്ക് ടീത്തേഴ്സ്, ഹാങ്ങിങ് ടോയ്സ്, പുഷ് ടോയ്സ് അങ്ങനത്തെ ഓരോ ഏജ് വൈസ് സെലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. രണ്ടാമത്തത് സേഫ്റ്റിയാണ്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് കൊടുക്കുമ്പോൾ ലൂസ് പാർട്ട്, അവർ പെട്ടെന്ന് വിഴുങ്ങി പോകാൻ സാധ്യതയുള്ള പാർട്സ് ഇല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം ടോയ്സിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉള്ളത്, ലൗഡ് ആയിട്ടുള്ള സൗണ്ട് ഉള്ള ടോയ്സ് ഒഴിവാക്കുന്നതാണ് കൂടുതൽ നല്ലത്. അതേപോലെ തന്നെ ഒഴിവാക്കേണ്ട ഒരു ടോയ് ആണ് കുട്ടികളുടെ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി സ്ക്രീനിലുള്ള ടോയ്സും നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. പല പഠനങ്ങളിലും കുറവ് ടോയ്സ് ഉള്ള കുട്ടികൾ കൂടുതൽ നേരം കളിക്കുന്നതായി കാണാറുണ്ട്. കുറേ ടോയ്സ് ഉണ്ടാകുമ്പോൾ കുട്ടികൾ ഒരു ടോയിൽ ഫോക്കസ് ചെയ്യുന്നത് അവർക്ക് ഫോക്കസ് നഷ്ടപ്പെടുകയും കളിക്കുന്ന സമയം കുറഞ്ഞു വരുന്നതും ആനന്ദിക്കുന്ന ടൈം കുറഞ്ഞു വരുന്നതായിട്ടും കാണപ്പെടാറുണ്ട്. അതുകൊണ്ട് തന്നെ വാങ്ങുന്ന ടോയ്സ് ബുദ്ധിപൂർവ്വം ആലോചിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് വാങ്ങുക.